ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളേ. ഇന്ന് ഡ്യൂട്ടി നല്ല തിരക്കായിരുന്നു, ആകെ ടയേർഡായി. കുക്ക് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ കെട്ടിയോനം കൂട്ടി ഫുഡ് അടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണേ. ചെറിയ പൈസയ്ക്ക് നല്ല വയറ് നിറച്ച് നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാനും പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ദേ ഈ കാണുന്ന കേട്ടോ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പേര് ഫുഡീസ് പാർക്ക് എന്നാണ്. ഷാർജ സുലേഖ ഹോസ്പിറ്റലിൽ തൊട്ട് സൈഡിലായിട്ടുള്ളതാണേ. രണ്ടാളെ കണ്ടപ്പോൾ എൻ്റെ ക്യാമറാമാൻ ഫോൺ ചെറുതായിട്ടൊന്ന് താത്തിപ്പിടിച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായി ഗൈസ്, ഇതുവരെ ഫുഡും വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ടും കഴിയുന്നില്ല. ഫുഡ് കിട്ടാത്തതും കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത്. എൻ്റെ തിരിഞ്ഞോട്ടം വെയിറ്റർ ചേട്ടൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് കൊണ്ടുവരുമായിരിക്കും. ഫ്രണ്ട്സ്, ഞാൻ ഓർഡർ ചെയ്തത് ഹാഫ് ചാർക്കോൾ കഫ്സ റൈസും പിന്നെ ഒരു ചെറിയ പോർഷൻ ബീഫ് ഫ്രൈ ആണ്. ഇതിൻ്റെ റേറ്റ് 20 ദിർഹംസ് ആണ്. 2 പേർക്ക് കഴിക്കാനുള്ള റൈസും പിന്നെ ഒരു ഹാഫ് ചാർക്കോളും ഉണ്ടായിരുന്നു. 20 ദിർഹംസിന് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഫുഡ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ബീഫ് ഫ്രൈയും വന്നു. അങ്ങനെ എല്ലാം കൂടി ഞാനൊരു പിടി പിടിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഷോപ്പിംഗ്. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഏരിയ കേട്ടോ ഇത്. ഞാനിപ്പോൾ പോകുന്ന ഡിസ്കൗണ്ട് സെൻറ്ററിലേക്കാണേ. എല്ലാ ഐറ്റംസും അത്യാവശ്യം വില കുറഞ്ഞ് നമുക്ക് ഇവിടുന്ന് കിട്ടും. 24 ഹവേഴ്സും ഡിസ്കൗണ്ട് സെൻറ്റർ ഓപ്പൺ ആണ് കേട്ടോ. ഇത് ലൊക്കേഷൻ വരുന്നത് ഷാർജ സുലേഖ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, ഒരു ബെഡ്ഷീറ്റ് വാങ്ങണം ഇവിടുന്ന്. ഇവിടെയും റേറ്റ് കുറഞ്ഞ പീസ് എവിടെ കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ കുറച്ച് നേരം ഞാൻ നോക്കിക്കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു സാധനം കിട്ടി. ഇതിന് റേറ്റ് 12 ദിർഹംസേ വരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റായിരുന്നു.
അങ്ങനെ ഒരു ബെഡ്ഷീറ്റും 2 പാക്കറ്റ് ചപ്പാത്തി എടുത്ത് ഞാൻ ബില്ലടിക്കാൻ പോവുകയാണേ. ഞാൻ വീഡിയോ എടുക്കുന്ന ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വല്ലാത്തൊരു നോട്ടം നോക്കി എന്നെ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.